1950 ആദ്യത്തെ വിധി സുപ്രീം കോടതി ആരംഭിച്ചതിന് ശേഷം AK ഗോപാലന്റെ കേസ് സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിയതല്ലേ? 28 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇതാ ഞങ്ങൾ 28 കൊല്ലം മുമ്പ് എഴുതിയ ഒരു വിധിന്യായം തെറ്റാണ്, AK ഗോപാലന്റെ അറസ്റ്റ് തെറ്റാണ്. അപ്പോൾ വിധി വിമർശന വിധേയമാക്കണം. ഈ കേസിൽ നമ്മളെടുത്ത് വിധിയുടെ പുറത്ത് വന്നിട്ടില്ല. പക്ഷെ പുറത്ത് വന്നിരിക്കുന്നത് ഈ മെയിൻ കോൺസ്പിറേറ്റർ എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ ഒരു പ്രതിയെ കുറ്റമുക്തമാക്കിയതാണ്. അപ്പൊ ഈ മെയിൻ പ്രോസിക്യൂട്ടറെ മെയിൻ കോൺസ്പിറേറ്ററെ ആദ്യം തന്നെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ഈ അതിജീവിതയുടെ മൊഴി, അദ്ദേഹത്തെ ആ അതിജീവിതയുടെ മജിസ്ട്രേറ്റിന് മുമ്പാകെയുള്ള രഹസ്യമൊഴി, ഇത് രണ്ടും മാത്രം വെളിച്ചു നോക്കിയാൽ ആദ്യം തന്നെ ഈ മെയിൻ കോൺസ്പിറേറ്റർ പ്രതിയാവേണ്ടതായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആദ്യം പ്രതിയായില്ല. പിന്നീട് നടത്തിയ ഒരു സമഗ്രമായ അന്വേഷണത്തിൽ കൂടിയാണ് ഈ മെയിൻ കോൺസ്പിറേറ്റർ പ്രതിയാവുന്നത്. കാരണം നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺസ്പിറസിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ കേസിൽ കോൺസ്പിറസി ഫെയിലിയർ ആണെന്നുള്ള നിഗമനത്തിൽ മാത്രമേ ഈ 8ാം പ്രതിയെ കുറ്റമുക്തമാക്കാൻ പറ്റുകയുള്ളൂ. ഈ കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ ഗാങ് റേപ്പിസ്റ്റ് ആണ്. അവരുടെ സാന്നിധ്യം സംഭവ സ്ഥലത്ത് പ്രൂവ് ചെയ്തതാണ്. അപ്പൊ അതിലൊരു കോൺസ്പിറസി ഇല്ല. അവര് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറന്റ് ക്വസ്റ്റ്യൻ. ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് 8ാം പ്രതി തന്നെയാണ് പ്രോസിക്യൂഷന്റെ തെളിവനുസരിച്ച്. ആ തെളിവ് കോടതിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഹൈക്കോടതി വന്ന് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. കാരണം കേരളം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം, സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ സംഭവിച്ചത്. ഒരു കൊലപാതകം സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമീത് സിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞ എന്താണെന്നറിയുമോ? കൊലപാതകത്തെക്കാളും ഹീനമായ കുറ്റകൃത്യമാണ് റേപ്പ്. കാരണം ഒരു റേപ്പോടുകൂടി ഒരു സ്ത്രീ ജീവച്ഛവമായി മാറുന്നു, സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. അപ്പൊ റേപ്പ് എന്ന് പറയുന്നത് അതാണ് ഡൽഹി ഈ നിർഭയ കേസിൽ സുപ്രീം കോടതിയുടെ കണ്ടെത്തലും അതിനുശേഷം നമ്മുടെ നിയമത്തിൽ തന്നെ സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടി വന്നതും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കേസ് കേരളീയ ലോകമെമ്പാടും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കേസിൽ അത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ സുപ്രീം കോടതി തന്നെ പലകുറി ഇത്തരം ഗൂഢാലോചന കേസുകൾ എങ്ങനെ കണ്ടെത്തണം എന്ന കാര്യത്തിൽ മാർഗനിർദ്ദേശം നൽകിയിരിക്കെ ഇതിൽ ശരിയായ ഒരു അസസ്മെന്റ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ശ്രീ അസഫ് അലി ചൂണ്ടിക്കാണിക്കുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിലിപ്പോൾ സർക്കാർ ഇതിനകത്ത് വളരെ അഡമന്റായി നിന്ന ഒരു കേസാണല്ലോ. പക്ഷേ ഈ കേസിൽ വിചാരിച്ചയിടത്തേക്ക് എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതിന്റെ പഴി സർക്കാർ കേൾക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും പ്രോസിക്യൂഷന് റിസൈഡിംഗ് ഓഫീസറെ, ജഡ്ജിനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അടിസ്ഥാനപരമായിട്ട് ഈ കേസിലെ അക്വിറ്റലിന്റെ റീസൺ ആയിട്ട് വരാൻ പോകുന്നത്. അതിന് തർക്കമൊന്നുമില്ല. അതാണ് അതിന്റെ ബേസിസ്. രണ്ടാമത്തെ ഇഷ്യൂ ഞാനിപ്പോ നിഷാദിന് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റ് കോപ്പി. ഈ കഴിഞ്ഞ 7/11/2025 ഇത്തരം കേസുകളെ കുറിച്ച് നമുക്ക് എങ്ങനെ അവലോകനം ചെയ്യാം, എത്രത്തോളം നമ്മൾ ലിമിറ്റ് വരെ പോകാൻ പറ്റും എന്നതിനെ കുറിച്ച് ഫുൾ ബെഞ്ച് ഡിസിഷൻ, കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ഡിസിഷൻ 5 ജഡ്ജിമാര് ഇരുന്ന് പറഞ്ഞൊരു വിധിയുണ്ട്. ആ വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ അവലോകനങ്ങൾ. അതായത് പ്രത്യേകിച്ച് 376 പോലുള്ള ഒരു ഓഫൻസസിൽ നമ്മുടെ കയ്യിൽ പൂർണ്ണമായും എല്ലാ രേഖകളും നമ്മുടെ കയ്യിലില്ല. ആ പൂർണ്ണമായി എല്ലാ എവിഡൻസസും മൊഴികളും ഒക്കെ ഉള്ള കോടതി പറയുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ അതിനെ ടാമ്പർ ചെയ്യുന്ന തരത്തിലുള്ള കമന്റ്സ് നമ്മൾ പറയാൻ പാടില്ല എന്ന് ഫുൾ ബെഞ്ച് എന്റെ മേൽ ബൈൻഡിങ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷ്മത. ഇപ്പൊ തന്നെ ഇപ്പൊ നിങ്ങൾ ഇടയ്ക്ക് കാണിച്ചപ്പോ ഒരു പത്രലേഖകൻ ചോദിക്കുന്നു, വത്സൽ സുനിക്ക് ദിലീപിനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ദിലീപിനെ അറിയാമോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടുള്ള മൊഴികൾ വ്യക്തമായി തന്നെ ആ കോടതിയുടെ ഫയലിലുണ്ട്. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വിധി വന്നിരിക്കുന്നത്. ആ വിധിയുടെ റീസണിങ് ആണ് ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞ ആ വിധിയില് കാരണം എന്തുകൊണ്ട് അക്വിറ്റ് ചെയ്തു എന്നുള്ള റീസണിങ് ഉണ്ട്. ആ പോർഷൻ വളരെ വളരെ ക്രൂഷ്യലാണ്. ബാക്കിയൊക്കെ പ്രോസിക്യൂഷൻ ഡീൽ ചെയ്യാൻ പോകുന്നത്, അതിലെന്താണ് വിശദീകരിക്കാൻ പോകുന്നത്?